ഇപ്പൊ ഞങ്ങള് വന്ന് നിൽക്കുന്നത് കൂടെ ഒരു കൂട്ടുകാരനുണ്ട്. ശരിക്കും പറഞ്ഞത് കേൺ ഹിൽ എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ്. അധികം ആൾക്കാരൊന്നും ക്രൗഡൊന്നും ഇല്ലാത്ത ഒരു പ്ലേസ് ആണ്. അത് വന്ന് കയറിയപ്പോ തൊട്ട് ഇവിടെ ഒരു 2 വേ ഉണ്ട്. ഒരു വാച്ച് ടവറും കാണിക്കുന്നുണ്ട്, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും കാണിക്കുന്നുണ്ട്. അങ്ങോട്ടുള്ള വഴികളാണ്. അങ്ങനെ ഇവിടെ കാണാനായിട്ട് അത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഫീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഫീസ് ഒരാൾക്ക് 30 രൂപ. കാർ പാർക്കിങ്ങിന് 30 രൂപ കൊടുക്കണം. പിന്നെ നമുക്ക് അകത്തോട്ട് കയറിയല്ലോ. പിന്നെ അത് തുമ്പിന്റെ ഒരു കുറച്ച് പിള്ളേർക്ക് പഠനപരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അതിന്റെ അകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതാ കാണിച്ചിരുന്നു. എൻട്രൻസ് ഹിന്ന് മാന്റെ കൊമ്പാണ് പിടിക്കുമ്പോ തണുപ്പുണ്ട്. മാന് കാട്ടി നിൽക്കുമ്പോ തണുപ്പായിരിക്കും. തണുപ്പ് കൊണ്ട് കിട്ടും അറിയില്ല. ആൾക്കറിയാം. കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഉണ്ട് മാനിന്റെ കുറച്ച് സ്റ്റാച്യൂ ഉണ്ട്. ഇത് പണിതേക്കണ അടിപൊളിയായിട്ടാണ് പറയുന്നത്. കേവുപോലെ ഷിജാസിനോട് വെച്ചിട്ടുണ്ട്. ബിനീഷ് മൂങ്ങ കുറച്ച് ഐറ്റംസ് സെപ്പറേറ്റ് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതാണ് സ്റ്റാച്യൂസ് ഉണ്ട്. ഇത് മാനിന്റെ കൊമ്പല്ല, ആടിന്റെ കൊമ്പ്. ആട് മാനാട്. മരപ്പട്ടി ഇതാണ് ലൈഫ് സാങ്ച്വറി. തമിഴ്നാട്ടിലെ ഭൂപടമൊത്തുണ്ട്. ഇതിവിടെ എവിടെയൊക്കെയാണ് പുലിയുള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയേക്കണം. ഈ സ്ഥലങ്ങളിലൊക്കെ പുലികളുണ്ട്. ഇല്ല ഇത് കൊള്ളട്ടെ. ഇത് നല്ലൊരു ബുക്ക് പോലെ മറക്കാം. പഠിക്കാനുള്ളതാണ്. ഇതിന്റെ അകത്തൊരു കേവ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിലെ അകത്തോട്ട് പോയി പുറത്തോട്ട് വരാന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രസമുണ്ട്. ഇത് ചെയ്ത് പണിത് വെച്ചേക്കണ അടിപൊളിയാണ്. ഇവിടെ മറ്റേ ആടിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ പുറകിൽ പിന്നെ അവിടെ ഷഹാസ് ഉണ്ട്, ഇരിപ്പുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്തേക്കണ അടിപൊളിയാണ് ചെയ്തേക്കണത്. മരപ്പട്ടി. പിന്നെ ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഒരു സംഭവം ഉണ്ട് ഇവിടെ. എന്താണ് പറയാതിരിക്കാൻ വയ്യത്. എന്താണ് സംഭവം? ഈ ഇതിൻ്റെ ഉള്ളിൽ കാടാണ്. ആ കാട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ട ഫോട്ടോസ്, പുലി, ആന, അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഉള്ള ഇതൊക്കെ ഇവിടുന്ന് ഈ പുലികളൊക്കെ ഇവിടുന്ന് ഓരോ ദിവസം ഫോട്ടോസ് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഇവിടുന്ന് തന്നെ ഇവരെടുത്ത ഫോട്ടോസാണ്. കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ കാണുന്നില്ല. ഇതൊക്കെ നമുക്കപ്പോ ഫസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ആ സൈഡ്. എടാ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതാണ്. ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതാണ്. ഹാങ്ങിങ് ബ്രിഡ്ജ് ആ സൈഡ്. പോവാ ഇന്ദ്രിയോ. ഇവിടെ കുറെ തോട്ടം
ഗാർഡൻസിന്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, പക്ഷെ അത് തുറന്നു തരൂല, അവര് കാണിച്ചു തരൂല എന്നാ പറഞ്ഞേക്കണം. അവര് വളർത്തന്നെ ആടാ ചോദിച്ചിട്ടില്ല. ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടുന്ന് കണ്ടിട്ട് ഒന്നും തോന്നണില്ല. ഞാൻ അതിന്റെ പൊക്കത്ത് കയറി കഴിയുമ്പോ എന്താന്നറിയില്ല. ഇവിടുന്ന് കാണുന്ന ഭംഗിയും മേടിക്കണം കിട്ടൂല. ആ അതെ, അതത്രേ ഉള്ളൂ. ഇവിടെ വേറെ ഒന്നും ശരിക്കും പറഞ്ഞാൽ കാണാനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഈ ഹാങ്ങിങ് ബ്രിഡ്ജും കാണാം, പിന്നെ ഒരു വാച്ച് ടവർ എന്നും പറഞ്ഞിട്ട് അകത്ത്, അത് ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പൊ തന്നെ. വന്നോണ്ട് ജസ്റ്റ് റൗണ്ട് അടിച്ച് കാണുന്നുള്ളൂ. അതെ, ആണ് എൻട്രി. ഞങ്ങൾ കേറണാണ്, കണ്ടോട്ടാ നിങ്ങളും പോരി ഇങ്ങോട്ട് അല്ലേ. പിന്നെ അടിച്ചു കയറിയോ ബ്രിഡ്ജ്. അതെ, ഇളകി കളിക്കണത് നോക്കി, കണ്ടാ കണ്ടാ ശരിക്കും ഇളകി കളിക്കണ്ട്. അതെ, അത്രയും വേണോടോ ശ്വാസം? അത്രയും കട്ടറില്ലാന്ന്. കുണ്ടന്നൂര് പാലത്തിന് അത്രയും കുണ്ടന്നൂര് പാലത്തിന് അത്രയും കട്ടറില്ല. അതെ, അത്ര കട്ടറില്ല. കൊള്ളാട്ടാ, നല്ല രസമുണ്ട്. എടേ കൂടിയൊക്കെ മരമാണ് താങ്ങായിട്ട്, ആണികളായിട്ട് താങ്ങായിട്ട് മരമാണ്. അപ്പൊ എന്താ മനസ്സിലാക്കണം? മരത്തെ നമ്മൾ സ്നേഹിക്കണം. യെസ്, മരങ്ങളെ നമ്മൾ സ്നേഹിക്കണം. വേണ്ടാ, മരത്തിനെ സ്നേഹിക്കണണ്ടില്ലേ? ശ്വാസം കാണിച്ചു കൊടുത്തേ. അതെ, ഇതിങ്ങനെ അടിക്കളിക്കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ക്യാമറ നമ്മളെ പോകട്ടെ. ഓട് 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 ഓട്. എവിടെ? അയ്യോ, ഒടിഞ്ഞടക്കണേട്ടാ. പല അടി പോയി ഇങ്ങനെ പല അടി പോയിക്കുന്ന താഴത്തെടുക്കുന്നുണ്ട്. വേറെ നല്ല ഹൈറ്റിന്റെ കാലൊടിയും. ഏയ്, നല്ല തണുപ്പുണ്ട് അല്ലേ? ഈ വീഡിയോ കാണുന്ന ഇവിടെ വന്നിട്ടുണ്ടാവും അറിയില്ല. വന്നവർക്ക് ലക്കാണ്. ഇന്നലെ എല്ലാരും കമന്റ് അയക്കുക. ഏത് കമന്റ് വന്നവരുടെ അഭിപ്രായങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. ഓ, ഇവിടെ അടിപൊളിയാടാ. നോക്കിയേ, കണ്ട കണ്ട കണ്ട. ഞങ്ങൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് ഏകദേശം തീരാറായി, താന്നുകൊണ്ടിരിക്കുന്നതാണ്. മേളം എന്താണ് അവിടെ? ഏത് കുറെ സ്ഥലമൊക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കെയറായിട്ട് വേണം നടക്കാൻ. ഏകദേശം കഴിയാറായി, ഇതേ തീർന്ന്. നമ്മൾ ലാസ്റ്റ് പൊസിഷനിലെത്തി, നമ്മൾ എൻഡിങ് പോയിന്റിലോട്ട് എത്തി. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 മീറ്റർ പോലും ഇല്ല. 50 മീറ്റർ വെച്ചിട്ടുണ്ടാ. നല്ല വ്യൂസ് ആണ്, അടിപൊളിയാണ്. അതിന് അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് വാച്ച് ടവറിലോട്ട് പോവാം. ഓക്കെ, തിരിച്ചു വരുമ്പോ നമുക്ക് കയറാം. എങ്ങനെ തിരിച്ചു വരുമ്പോ ഇതിലെ കൂടി കയറി തന്നെ ഇറങ്ങാം. എങ്ങനെ? ഹാങ്ങിങ് ബ്രിഡ്ജ് അത് കഴിഞ്ഞ് വാച്ച് ടവർ. വാച്ച് നമ്മളെ വാച്ചിക്കോ അല്ലേ? അതെ, പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടി നടക്കാനായിട്ട് ഒരു പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ, അല്ലേ? അങ്ങോട്ട് പോയി. അതെ, ഞങ്ങള് അവിടെ എത്തിയിട്ട് ആ ടവർ കാണിച്ചു തരാം കേട്ടാ. ഇവിടുന്ന് ഒരു പുലി ഓടി വന്ന ഷഹാസ് എന്ത് ചെയ്യും? അങ്ങോട്ട് നിന്നോടുക്കും. ഞാനാണ് ബിനീഷിനെ പിടിച്ചിട്ട് കൊടുക്കും. ആ എല്ല് കടിച്ച് തിന്നുന്ന ടൈം കൊണ്ട് നമുക്ക് ഓടി രക്ഷപ്പെടാലോ.
ആ ഇതില് പിന്നെ എല്ലാം തൊണ്ടേ കൊടുക്കാണ്ട് പറ്റൂല. നമ്മളെല്ലായിടത്തും പോവാൻ നേരത്തെ ശ്രദ്ധിച്ചണ്ട, നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ അല്ലേ? ഇവിടെ വന്നപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. കുറച്ചു നേരം ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. വീഡിയോ എടുക്കണ കാട്ടുന്നില്ലല്ലോ. നമുക്ക് ഇവിടുന്ന് നേരെ അറ്റം ചെന്ന് കഴിഞ്ഞാല് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. റോട്ടിൽ പോയാല് ഇവിടെ അവളാഞ്ചി വ്യൂ അവളാഞ്ചിന്ന് പറഞ്ഞൊരു വ്യൂ ഉണ്ടെന്ന്, വ്യൂ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് കാണാന്നാണ് ഇവിടുത്തെ ഒരു അണ്ണന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു, അണ്ണാ അവളാഞ്ചി വ്യൂ എവിടെ? അവളാഞ്ചി വ്യൂ എന്താ അണ്ണന്റെ നമുക്ക് അവളാഞ്ചി വ്യൂ പോയി പാക്കലാം. ഇതൊക്കെ പറഞ്ഞതാണ് ഇങ്ങോട്ട് പിന്നെ പറഞ്ഞു ആവശ്യമില്ലല്ലോ. മൂത്രം ഒഴിച്ചിട്ടുണ്ട്, മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതെ, ഇങ്ങോട്ട് എൻട്രൻസ് ഇല്ല. ഇത് ശരിക്കും ഇങ്ങോട്ട് കാട്, ഇങ്ങോട്ടാണ് ഡേഞ്ചർ ഏരിയ. അതെ, ഇവിടെ ചിലപ്പോ ആന അതെല്ലാം ഒക്കെ ഉണ്ടാവും. പുലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മ നേരത്തെ കണ്ട പുലിയല്ലേ കേട്ടോ, ഒറിജിനൽ പുലി അല്ലെ? അതും കൂടി വ്യക്തമാക്കണമല്ലോ. അപ്പോ ആ ടവറിന്റെ അടുത്ത് എത്തുമ്പോ ഇനി ബാക്കിയുള്ള വീഡിയോസ് കാണാം. നടത്തം ഇച്ചിരി സീനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 1 കിലോമീറ്റർ നടക്കാനുണ്ട്, ഇവിടം വരെ 1 കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട്. വന്ന വഴി അടിപൊളിയാണ്, പക്ഷെ നടത്തം ഇച്ചിരി സീനാണ്. ഇവിടുന്ന് സീനറി കാണിക്കാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുന്നത് നോക്കിയേ. സീനറി പറയില് അവനെ കാണിക്കണമെന്നില്ല, മാറ്റിക്കോ മാറിക്കോ. പക്ഷെ ഇവിടെ വന്നതില് ഗുണം എന്ന് പറഞ്ഞിട്ട് ഇത്ര നല്ലൊരു സീനറി കാണാന്നുള്ളൂ, വേറെ ഒന്നും ഇല്ലട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇതാണ് ആ സീനറി അല്ലേ? ഫുള്ളും കാണാന്ന് ഇതിപ്പോ ഒരു അടിയിലാണ് നിൽക്കണത്, ബേസ്മെന്റ് ആണ്. ഇപ്പൊ ഒരു വേറൊരു ഫ്ലോറും കൂടി ഉണ്ട്, അവിടെ കയറി കുറച്ചും കൂടെ നല്ല രീതിക്ക് കാണാൻ പറ്റും. കേറാം, കേറാം. ഈ ഒരു ഫ്ലോർ കൂടി കയറി കഴിഞ്ഞപ്പോ നമുക്ക് ഇതിന്റെ വ്യൂ എന്താണെന്നുള്ളത് മനസ്സിലായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. താഴത്ത് ഇത് നല്ലൊരു രസമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഡ്രോയിങ് ഒക്കെ ചെയ്യണ പോലത്തെ അല്ലെ? അതേപോലെ ഉണ്ട്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല കാര്യം. അതെ അല്ലേ ഷാസ്? പറഞ്ഞിട്ടൊന്നുമില്ല, ആകെ ഒരു പ്രാവശ്യം നീ പറഞ്ഞേക്കണം അവിടെ ഇല്ല. അടിന്ന് പറഞ്ഞിട്ടാ വന്നത്. ചാച്ചു പാടിന്ന് പറഞ്ഞു. എന്നാ പോവാന്നാ ഒന്ന് പോടേ. ഇപ്പൊ അവിടുത്തെ വ്യൂ ഒക്കെ കഴിഞ്ഞു ഓൾറെഡി. ഏകദേശം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം കണ്ടു കഴിഞ്ഞതാണ്. ഇനി ഇങ്ങോട്ടൊരു വഴി കാണിക്കാനുണ്ട്, എന്താന്നറിയില്ല. പോയി നോക്കാം, നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടുത്തെ ബിനീഷ് കൊറേ നേരമായി അവിടെ നമ്മളെ ടീം അമീഗോസിന്റെ പേര് എഴുതാൻ വേണ്ടി നോക്കിയിട്ട്, പക്ഷെ പറ്റണില്ല ശരിക്കും പറഞ്ഞ. ഇഷ്ടിക വെച്ചിട്ട് എഴുതി നോക്കിയിട്ട് പോലും പറ്റുന്നില്ല ബിനീഷിന്. അത്രയും ആന്ന് എല്ലാ കരിവെല്ലാം വെച്ചിട്ട് എഴുതിയാൻ പറ്റുന്നു അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഫുഡൊക്കെ കഴിക്കാൻ പോണല്ലേ? ചോറൊക്കെ കഴിക്കാൻ പോണല്ലേ? ഓ, ഊട്ടി ബിരിയാണി അതെന്തായാലും അത് നമ്മ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. തണുപ്പ് കൂടി ഫീൽ തോന്നുന്നു. ആ, തണുപ്പ് കൂടി കൂടി അല്ലേ? അതെ, ഏതാ ഡിണ്ടിഗൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ബണ്ണും ജാമ്പും. ഇതിന്റെ അകത്ത് കൂടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു പോവാന്നുള്ളതുള്ളൂ തോന്നണം, എനിക്ക് തോന്നണത്. ഇതാണ്ടത് ഇതിങ്ങനെ വഴി അങ്ങനെ പോയേക്കണ അറ്റം വരെ ഒന്നുമില്ല. അപ്പൊ ഏകദേശം നിങ്ങളെ സ്ഥലം
തീരാറായിട്ടില്ല തീരാറായിട്ടില്ല, ഇനിയും പോവാ. പക്ഷെ അവിടെ ഇങ്ങനെ മരങ്ങളും ഇതൊക്കെ വീണ് കിടക്കണ ശരി. ഭയമൊന്നുമില്ല, കാടിനിടയിൽ കൂടി പോവാ പോലും. ഇതിലേക്ക് വഴികളുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. കണ്ട ഇതിലിങ്ങനെ ഇറങ്ങി വരാവുന്ന വഴികളൊക്കെ ഉണ്ട്. എന്തിനാണ്ട പേടിക്കണത്? വേണ്ട, ഇവിടം വെച്ച് ഞങ്ങളെ സ്ഥലം തീർന്നു പോയിരിക്കാണ്. ഇനി ഇവിടുന്ന് കൊണ്ടുപോകണമെന്നുണ്ടെ വണ്ടിനെ വരുന്നുണ്ട്. കടന്നു പോവാൻ പറ്റില്ല മാൻ. ഇവിടുന്ന് ശരിക്കും പറഞ്ഞ ഇതിന്റെ അകത്തോട്ട് വഴിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങോട്ട് മരം വീണ് കിടക്കണോണ്ടിട്ട് ഞങ്ങക്ക് പോവാൻ പറ്റില്ല. ഫുൾ വീണ് കിടക്കണം. ഇത് കാറ്റത്തൊക്കെ വീണേക്കണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം. ഇതിലപ്പൊ പോവല് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ആണ്. അപ്പോഴാണ് മരങ്ങളൊക്കെ ഞങ്ങളെ മേത്തോട്ട് വീഴ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് മൈൻഡില്ല, നമ്മളെ മൈൻഡൊക്കെ പോയിരിക്കും. ഷഹാസ് ടാസ്ക് ഏറ്റെടുത്തോണ്ടിരിക്കാനാണ്. ഷഹാസിനെ കൊണ്ട് പറ്റൂന്നാണ് പറയണത്. ഷഹാസ് അതിലെ പോയിക്കോ. എടാ പാമ്പുണ്ടല്ലോ അവിടെ. കൊണ്ടേ പറ്റൂ. താക്കോല നോക്കിയോ? താക്കോല വണ്ടിനാക്കോല ഇങ്ങോട്ടേക്ക് സ്ഥലം കവർ ചെയ്യണം. ഇപ്പുറത്ത് കൂടി നടന്ന് കയറാൻ പറ്റില്ലേ? വെല്ലുവിളി നേരിടുന്ന ഷാസേ ഇപ്പുറത്ത് കൂടി പറ്റും. അടിയിലേക്ക് പോകണ്ടാ, കൊക്കാണ്. കുട്ടേട്ടനൊന്നുമില്ല. കുട്ടേട്ടൻ മോണാണ് സ്ഥലം കണ്ടുപിടിക്കാൻ. പോയാ തീർന്നാ പറഞ്ഞേ നമുക്ക് തീരില്ല, നമുക്ക് ഇനി ജീവിക്കണം. ശ്വാസ ഒറ്റക്ക് പോയിക്കോ. ശ്വാസ് പോയിട്ട് അതില് കറങ്ങി പോവാ. താക്കോലം തരില്ലട്ടാ വണ്ടിന്റെ. ശ്വാസ താക്കോൽ എന്നിട്ട് പോ. ഞാൻ അവിടം വരെ പോയി. പക്ഷെ അവിടെ ഇതിനാലും ഭയങ്കരമായിട്ട് മരങ്ങൾ വീണ് കിടക്കണാണ്. അപ്പൊ എനിക്ക് കുറച്ച് പോയപ്പോ ഇവരെ കാണാൻ പറ്റണ സങ്കടമായി. പേടിയൊന്നുമല്ല, എനിക്ക് എന്റെ കൂട്ടുകാരന്മാരെ വിട്ട് പിരിയാൻ പറ്റില്ല. അതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എനിക്ക് ആഗ്രഹമില്ല. കുറച്ചങ്ങോട്ട് പോയപ്പോ ഇവരെ കാണാൻ പറ്റാണ്ടപ്പോ എനിക്ക് ഒരു ഇത് പേടിയല്ല, നിങ്ങളെ കാണാനുള്ള ആകാംക്ഷ. മനസ്സിലാ? എന്റെ കയ്യിലുള്ള വണ്ടിന്റെ താക്കോല് അങ്ങനെ നിങ്ങൾ മാത്രം രക്ഷപ്പെടണ്ടല്ലോ. അവിടം വരെ പോയപ്പോ ആ കാറ്റ് തീർന്നില്ലേ? അവിടെ നല്ല കാറ്റാണ്, നല്ല ഇളം കാറ്റ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തിരിക്കാൻ അവിടെ എന്തൊക്കെ ഉണ്ട്, അനക്കമൊക്കെ കേട്ട്, പാമ്പിന്റെ ഒക്കെ അനക്കം കേട്ട്. എന്തായാലും നമുക്ക് അപ്പൊ ഇവിടുന്ന് പോവാലിനി. ഓക്കെ, അപ്പൊ ഇവിടുന്ന് പോവാം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോണേണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യണോട്ടാ. ബെല്ലൈക്കൻ എന്തായാലും അടിച്ചു പൊട്ടിക്കുക. ഓക്കെ.